ഇനി നമുക്ക് നല്ലൊരു എഗ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റുക. സവാള ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. അതിലേക്ക് 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് സിമ്മിലിട്ട് നമുക്കൊന്ന് വേവിച്ച് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേവിക്കാനായിട്ട് കുരുമുളക്, ജീരകം അതുപോലെ ഈ ഏലക്കായൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് അരി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരി വേവിച്ചെടുക്കാം. ഞാൻ അരി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യ് പരട്ടി വെച്ചിട്ടുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ അരി ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മുഴുവൻ മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ റൈസ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കുറച്ച് എസൻസും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് 1 മണിക്കൂർ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്